വിജ്ഞാന അന്വേഷികളെ അഭിവാദ്യങ്ങൾ. ഇന്ന് ഇന്ത്യയുടെ കേരളത്തിലെ പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂതത്താൻ കെട്ട് അണക്കെട്ടിന്റെ സമ്പന്നമായ ചരിത്രത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ നമുക്ക് കാലത്തിലൂടെയുള്ള ഒരു യാത്ര ആരംഭിക്കാം. ഭൂതത്താൻ കെട്ട് അണക്കെട്ട് ഉയർന്ന മതിലുകളും ശാന്തമായ ജലസംഭരണിയുമുള്ള നൂറ്റാണ്ടുകളായി മനുഷ്യ പ്രയത്നത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്നു. എന്നാൽ ആദ്യത്തെ ഇഷ്ടികയിടുന്നതിന് വളരെ മുമ്പ് തന്നെ അതിന്റെ കഥ ആരംഭിക്കുന്നു. ഭൂതങ്ങളുടെ കോട്ട എന്നർത്ഥം വരുന്ന ഭൂതത്താൻ കെട്ട് ഭൂതങ്ങൾ എന്നറിയപ്പെടുന്ന അമാനുഷിക ജീവികൾ ഒറ്റരാത്രി കൊണ്ട് നിർമ്മിച്ചതാണെന്നാണ് ഐതിഹ്യം. കേരളത്തിന്റെ നാടോടിക്കഥകളുടെ ഫാബ്രിക്കിൽ നെയ്തെടുത്ത ഈ കെട്ടുകഥ അണക്കെട്ടിന്റെ ഉത്ഭവത്തിന് നിഗൂഢതയുടെ ഒരു അന്തരീക്ഷം നൽകുന്നു. ഇതിഹാസം കഥയ്ക്ക് കൗതുകമുണർത്തുമ്പോൾ പുരാവസ്തു തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഭൂതത്താൻ കെട്ട് യഥാർത്ഥത്തിൽ മനുഷ്യരുടെ കൈകളാൽ നിർമ്മിച്ചതാണെന്നാണ്. അതിന്റെ നിർമ്മാണം 16-ാം നൂറ്റാണ്ടിൽ കൊച്ചി മഹാരാജാവിന്റെ ഭരണകാലത്താണ്. ഭൂതത്താൻ കെട്ട് ആദ്യം നിർമ്മിച്ചത് ജലസേചന ആവശ്യങ്ങൾക്കായുള്ള ജലത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിനാണ്. ഇത് കേരളം പോലുള്ള ഒരു കാർഷിക സമൂഹത്തിലെ ഒരു സുപ്രധാന പ്രവർത്തനമാണ്. നൂറ്റാണ്ടുകളായി ഭൂതത്താൻ കെട്ട് നിരവധി നവീകരണങ്ങൾക്കും വിപുലീകരണങ്ങൾക്കും വിധേയമായി പ്രദേശത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾക്ക് അനുസൃതമായി. ഇന്ന് ഭൂതത്താൻ കെട്ട് അണക്കെട്ട് ജലസേചനത്തിന്റെ സ്രോതസ്സായി മാത്രമല്ല ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും കേരളത്തിന്റെ വികസനത്തിന് സംഭാവന നൽകുകയും ചെയ്യുന്നു. സൂര്യൻ ഭൂതത്താൻ കെട്ടിന് മുകളിൽ അസ്തമിക്കുമ്പോൾ അത് അതിന്റെ പുരാതന ചുവരുകളിൽ ഒരു സ്വർണ്ണ പ്രകാശം വീശുന്നു. ഈ ചരിത്രപരമായ നാഴികക്കല്ലിന്റെ സ്ഥായിയായ പൈതൃകത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല ഡാമിന്റെ റിസർവോയർ വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു അതുല്യമായ ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചു. പ്രകൃതി സ്നേഹികൾക്കും വന്യജീവി ഫോട്ടോഗ്രാഫർമാർക്കും ഒരുപോലെ ഇതൊരു സങ്കേതമായി മാറിയിരിക്കുന്നു. ഭൂതത്താൻ കെട്ട് അണക്കെട്ടിന്റെ ഐതിഹ്യങ്ങളും ചരിത്രവും ഞങ്ങൾ അനാവരണം ചെയ്തുകൊണ്ട് കാലത്തിലൂടെയുള്ള ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. ലോകമെമ്പാടുമുള്ള ആകർഷകമായ ലക്ഷ്യസ്ഥാനങ്ങളുടെ കൂടുതൽ പര്യവേക്ഷണങ്ങൾക്കായി ലൈക്ക് ചെയ്യാനും പങ്കിടാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഉറപ്പാക്കുക. അടുത്ത വീഡിയോയിൽ കാണാം സുഹൃത്തുക്കളെ. നിങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദി. ബൈ.